ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒപ്പോണ്ട് എത്തിയിട്ടുണ്ട്. ഒപ്പോണ്ടിന് ടീം നോക്കാം. നമ്മൾ 4-2 ഫോർമേഷനിലാണ് കളിക്കണേ. നമ്മൾ ഏതായാലും റൈറ്റ് വിങ്ങിൽ നല്ല ഫോം ഔട്ടാണ്. അപ്പോൾ എടുത്ത് വരുത്തണം, ഓനെ മാറ്റണം. അതിന് വേണ്ടി വേറൊരാൾ ഇറക്കണം. ടീം സീനാണ്. ഇപ്പം അതെല്ലാം നമ്മൾ മുട്ടാൻ പോവാണ്. അപ്പോൾ ഏതായാലും കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം എത്ര മൂന്ന്. അത് നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒപ്പോണൻ്റ് പറയാൻ ഇങ്ങനത്തെ മാച്ച് വരുന്നത്. ഡിവിഷനിലല്ലാതെ ഇങ്ങനെ വലിയൊരു ഒപ്പോണൻ്റ് വന്നിട്ടില്ല. ഫസ്റ്റ് നമ്മൾ അറ്റാക്കിങ് മറഡോണ. പാസ് പഠിപ്പിച്ചാൽ മതി. നെക്സ്റ്റ് ഞാൻ വളർത്തിയില്ല. ഡബിൾ ടച്ച് ഷോട്ട്. പുറത്ത് കൂടെ ഡബിൾ ടച്ച് കിട്ടില്ല തോന്നുന്നുണ്ട് അവിടെ. കിട്ടുമെന്ന് വിചാരിക്കുന്നു. കളി കിട്ടുന്നൊരു മട്ടുണ്ട്. നമ്മളടിക്കരുത്. ഇത് നമ്മളെന്നെ ജയിക്കുള്ളൊക്കെയാണ്. അല്ലല്ല നല്ല പിടുത്തണ്ട്. നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ബാക്ക് സൈഡ് ആയിട്ടുണ്ട്. സ്ട്രൈക്കാണ്. അപ്പോൾ മച്ചന്മാരങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കൊക്കെ ചെയ്തിട്ടാണ് സെറ്റാക്കും. കളി സെറ്റായിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു ഫ്രീ എപ്പിക് സ്ക്വാഡാണ്. ഇത് ഫ്രീ സ്ക്വാഡാണ്. ഫുള്ള് ഫ്രീ ടിപ്പേഴ്സ് ഓൺലി ഉള്ളൂ. അല്ലാതെ നമുക്ക് കണക്കിട്ട് ഇതിൽ കിട്ടിയിട്ടില്ല. കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സ്ക്വാഡൊക്കെ ഇടാത്ത. ഫ്രീ സ്ക്വാഡാണ്, ഓൺലി ഫ്രീ സ്ക്വാഡ്. അപ്പോൾ ഒരു ഗോൾ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് ലൗട്ടറോ മാർട്ടിനസ്. അവിടെ അറ്റാക്കിങ് കൊണ്ട് നമ്മൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ അറ്റാക്കിങ് പിന്നീട് തടഞ്ഞിട്ടുണ്ട്. ഡബിൾ ടച്ചിങ് ശ്രമിച്ച് ഡബിൾ ടച്ച് ആയിട്ടില്ല. ഏതായാലും ഇങ്ങനെ ആടിക്കാണ് കിടന്നുണ്ട്. സ്കില്ലുണ്ടോ അറിയില്ല. ഇറക്കാത്ത പ്ലേയേഴ്സാണ് അധികം. പറ്റിയില്ല. നല്ല പുടുത്തുണ്ട്. അറ്റാക്കിങ് കഴിഞ്ഞാൽ റിബറി നമ്മളെ ഗോളിന്തോ പിടിച്ചിട്ടുണ്ട്. ജിയ റാഫിലിയാവിൻ്റെ നല്ല അറ്റാക്കിങ് അതിൽ തടഞ്ഞ്. അറ്റാക്കിങ് ഡിബാല വേൾഡ് പാസ്. ഗോൾ തട്ടിടാ. പിന്നെ നല്ല ഡിഫൻഡ് ഇതിൻ്റെ ഒന്ന് സെറ്റായ മതി. കൂട്ടാം ഉണ്ട്, ലോട്ടറുണ്ട്.
2 added minutes has അപ്പോൾ been പാസ് indicated. മാറിപ്പോയതാണ്. ഞാൻ CMF എനിക്ക് പാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പോയത് CFക്ക് ഉള്ളതായി പോയി. ഫസ്റ്റ് ഹാഫിൽ 1-0 മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ സെക്കൻഡ് ഹാഫ് എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഒരു ടീം ഒന്നുകൂടി നോക്കാം. ഒരു 99 കാണുന്നത് അത് മെച്ചാനാണ്. റിബറി നല്ല കളിയാണ്. റിബറി ഏതായാലും കളി കയറല്ലേ. അപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടാകുന്നുണ്ട്. നമുക്കാണ് ടച്ച് വരുന്നത്. ഷോട്ട് കുറച്ച് കൂടിപ്പോയി. എത്തിയില്ല. കിട്ടും വിചാരിച്ചിരുന്നു, പക്ഷെ എത്തിയില്ല. നല്ല ഔട്ട് കൈ പോയി. ഗോൾ, സെക്കൻഡ് ഗോൾ. വാ, ഞാൻ വിചാരിച്ചു അവൻ്റെ ബാക്ക് ഇത് വിചാരിച്ചു, റിസപ്ഷൻ ചെയ്ത് പങ്കെടുത്ത് വിചാരിച്ചു. കിട്ടി എൻ്റെ ഭാഗ്യം. അവിടെ 2 ഗോള് 2-0 മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ സീന് അടാ സീന് മാത്യൂസ്. നല്ല പിടുത്തം വരുന്നുണ്ട്, എന്താ അറിയില്ല. ഡൽപ്പിയർ എന്തൊക്കെയുണ്ടോ മിസായി. ഗോൾ, തേർഡ് ഗോൾ. 3-0 മുന്നിട്ട് നിൽക്കണപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരിയല്ല കളി പോയത്. നമ്മൾ 3-4 തോൽക്കുന്നെങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ഇത് അക്കൗണ്ട് വാങ്ങിയതാണെന്നാണ് തോന്നുന്നു കണ്ടിട്ട്. അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ട അനിയനോ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അറിയില്ല. ടൈറ്റായില്ല, നല്ല ടൈറ്റ് കളി കളിക്കാമെന്ന് വിചാരിച്ച്. നല്ല സ്കോഡ് കണ്ടപ്പോൾ ഇതൊരു പോലെടി പോലെ ഇതുക്കൾ വിചാരിച്ച് മതി പോയില്ല. നല്ല പിടുത്തം കൂടുണ്ട്. ബാക്ക് കളിക്കുന്നു. ടക്കിങ് വരുന്നത് സീന് മനസ്സിലായി. അതെ, അവിടെ എന്താ കാട്ടി എനിക്ക് തന്നെ അറിയണ്ടാവില്ല. എന്തായാലും നല്ല അറ്റാക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മളെ ഡിഫെൻസീവ് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ അറ്റാക്കിങ് ഫുള്ളിപ്പോൾ പാളുണ്ടാവില്ല, എന്താ അറിയില്ല. ഏതായാലും വീണ്ടും പാടാണ്. ഒക്കെ ചത്തും തുടങ്ങിയാണ്. ഞാൻ ചേറ്റും ചെയ്തിട്ടില്ല. എടാ എന്ത് കാട്ടി. ഏതായാലും നമ്മൾ 3-0 ജയിച്ചിട്ടുണ്ട്. ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറൊക്കെ ചെയ്തിരി. ഓക്കെ, ഗുഡ് ബൈ.